നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്താണ്. വേറെ എവിടെയുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനായ നമ്മുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള പരിസരത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് കുറേ പേർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്, ചില പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇവിടെ പണ്ട് കാലത്ത് ഒരു ലോക്കോ ഷെഡ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ലോക്കോ ഷെഡ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ, അതായത് 1860 കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഷൊർണൂർ ജംഗ്ഷനിൽ ഒരു ലോക്കോ ഷെഡ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കാലങ്ങളിൽ സ്റ്റീം എഞ്ചിനായിരുന്നു, അതായത് കരി എഞ്ചിനായിരുന്നു. അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറി, പിന്നെ കോച്ചിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളായി. പിന്നെ 2012 കാലഘട്ടങ്ങളിൽ ലെയ്ത്ത് വർക്കായി. അതായത് നമ്മളുടെ ഈ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ, ഇതിന് തൊട്ടടുത്തുള്ള ഈ ലോക്കോ ഷെഡിൽ പണ്ട് കാലത്ത് കരി എഞ്ചിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പ്ലേസ് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റെയിൽവേ ജംഗ്ഷൻ ആയിട്ട് മാറിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ. ഞാൻ ഇപ്പം നിൽക്കുന്നതിൻ്റെ പുറകുവശത്താണ് നമ്മുടെ ലോക്കോ ഷെഡിൻ്റെ എൻട്രൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ രേഖപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ ലോക്കോ ഷെഡ് വരുന്ന മുന്നേ തന്നെ ഇവിടെ ഒരു വയലായിരുന്നു. അത് ബ്രിട്ടീഷുകാർ കൽക്കരി നികത്തിയിട്ടാണ് നമ്മുടെ ലോക്കോ ഷെഡ് ഇവിടെ നിർമ്മിച്ചത്. ആ കാലഘട്ടങ്ങളിൽ 1000-ൽ പേരെ ജീവനക്കാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 ഷിഫ്റ്റോളായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനു മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷൊർണൂർ റെയിൽവേ ക്വാർട്ടേഴ്സ്. അതൊക്കെ ആ കാലത്ത് സജീവമായിട്ട് ആൾക്കാർ താമസിച്ചിരുന്നൊരു സമയമായിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആ സമയം നമ്മുടെ ഷൊർണൂർ ടൗണിലും 24 മണിക്കൂറിലും കടകളൊക്കെ ആക്റ്റീവായിരുന്നു. അതേ എസ്പെഷ്യലി ഹോട്ടൽസൊക്കെ ഏകദേശം 24 hours ആക്റ്റീവായുള്ളൊരു ഫുൾ ടൈം ഓപ്പൺ ആയിട്ടൊരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഷൊർണൂർ റെയിൽവേ ക്വാർട്ടേഴ്സും നമ്മുടെ ലോക്കോ ഷെഡും നമ്മുടെ പഴയകാല മലയാള സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട സിനിമകൾ ഓർമ്മയിൽ വരുന്നത് ചട്ടക്കാരി, അതേപോലെ തന്നെ കരിപുരണ്ട ജീവിതം. ഇതൊക്കെ ജയൻ സാറിൻ്റെ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലോക്കോ ഷെഡ് പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്ത ഒരു കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. 1980 കാലഘട്ടങ്ങളിലാണ് ഡീസൽ എഞ്ചിൻ വന്നത്. അതോടുകൂടി കരി എഞ്ചിൻ ഏകദേശം പൂർണ്ണമായി നിർത്തലാക്കി. ആ സമയത്തോടു കൂടി തന്നെ നമ്മുടെ ഷൊർണൂർ ഈ ലോക്കോ ഷെഡിലും കരി എഞ്ചിൻ്റെ മെയിൻ്റനൻസുകളെല്ലാം ഏകദേശം നിലച്ചു, പൂർണ്ണമായി നിലച്ചു. പിന്നെ ഇവിടെ കോച്ചിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കാണാനൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് അത് പിന്നെ തൊഴിലാളി സമരം കാരണമൊക്കെ അത് പൂർണ്ണമായും ഷൊർണൂരിൽ നിന്നും ഈ റൂട്ടിലേക്ക് മാറ്റമുണ്ടായി. സോ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ ചോദിച്ചിട്ടും ഒക്കെ കിട്ടിയ അറിവാണ്. ഫുള്ളായിട്ട് നമുക്കിതിൽ എത്രത്തോളം ഫുള്ളായിട്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.